നമുക്കിനി 1906 മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിക്കാം. മുസ്ലിം ലീഗിൻ്റെ ആവിർഭാവം എന്ന ഭാഗത്തിൽ മുസ്ലിം ലീഗ് എന്താണ് പ്രത്യേകതകൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് മുസ്ലിം ലീഗിനുണ്ടായിരുന്ന ബന്ധം എന്താണ്, അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ 1906 മുസ്ലിം ലീഗ് സ്ഥാപിതമാകുന്നത്. ഇനി എന്തിനാണ് മുസ്ലിം ലീഗ് സ്ഥാപിതമായത്? നമുക്ക് ഓൾറെഡി ഒരു INC ഉണ്ടല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. പിന്നെ എന്തിനാണ് നമുക്ക് മുസ്ലിം ലീഗ് രൂപീകൃതമായത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് വലിയ പ്രാതിനിധ്യമൊന്നും കിട്ടുന്നില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടുകയും അവർക്ക് പ്രാധാന്യം കിട്ടുകയും സ്ഥാനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സംഘടന വേണം എന്നൊരാവശ്യവും അവർക്കുണ്ടായി. അതുമാത്രമല്ല, മുസ്ലിങ്ങൾക്ക് നിയമനിർമ്മാണ സഭയിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കണമെന്ന് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇങ്ങനെ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു നിവേദനം അന്നത്തെ വൈസ്രോയി ആയിരുന്ന മിൻറ്റോ രണ്ടാമൻ സമർപ്പിച്ചത് 1906 ഒക്ടോബർ 1 അപ്പോൾ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നിയമനിർമ്മാണ സഭയിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കണമെന്ന് മുസ്ലിം നേതാക്കൾ ആരോട് ആവശ്യപ്പെട്ടു? വൈസ്രോയി ആയിരുന്ന മിൻറ്റോ രണ്ടാമനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു നിവേദനവും സമർപ്പിച്ചു. മിൻറ്റോ പ്രഭുവിന് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നിയമനിർമ്മാണയിൽ പ്രാതിനിധ്യം വേണമെന്ന് കാണിച്ചുകൊണ്ട് ഒരു നിവേദനം നൽകി. അദ്ദേഹം അത് സ്വാഗതം ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം നേതാക്കളെല്ലാം കൂടി ചേർന്ന് 1906 ഡിസംബർ 30 ധാക്കയിൽ എന്ത് സ്ഥാപിച്ചു? മുസ്ലിം ലീഗ് സ്ഥാപിച്ചു. മുസ്ലിം ലീഗ് രൂപീകൃതമായത് എവിടെയാണ്? ധാക്കയിലാണ്. 1906 ഡിസംബർ 30 എന്നോർത്തിരിക്കുക. ഇനി PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണ സമയത്ത് വൈസ്രോയി ആരാണ്? മിൻറ്റോ സെക്കൻഡാണ്. മിൻറ്റോ രണ്ടാമൻ വൈസ്രോയാണ്. അദ്ദേഹത്തിനാണ് നിവേദനം കൊടുത്തത്. ആ നിവേദനമാണ് അദ്ദേഹം അംഗീകരിച്ചത്. ഇതിന് പ്രകാരമാണ് എന്ത് സ്ഥാപിക്കപ്പെട്ടത്? മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മിൻറ്റോ സെക്കൻഡാണ്. രൂപീകരണം എന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാണ്? 1906 ഡിസംബർ 30 ഓർത്തിരിക്കുക. എവിടെയാണ്? ധാക്കയിലാണ്. എന്താ ധാക്കയുടെ പ്രത്യേകത? അന്ന് ധാക്ക എന്ന് പറയുന്നത് ബംഗാൾ പ്രവിശ്യയുടെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ്. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? ധാക്ക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായത് എന്നോർത്തിരിക്കുക. മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാക്കളായി അറിയപ്പെടുന്നത് ആഗാ ഖാൻ, നവാബ് സലിമുള്ള, മൊഹ്സീൻ ഉൽ ഹക്ക് എന്നിവരായിരുന്നു. ഇത് കൂടാതെയും പ്രധാനപ്പെട്ട നേതാക്കൾ ധാരാളമുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കൾ സ്ഥാപക നേതാക്കളായിട്ട് പരിഗണിക്കപ്പെടുന്നത് ആഗാ ഖാൻ, നവാബ് സലിമുള്ള, മൊഹ്സീൻ ഉൽ ഹക്ക് എന്നിവരായിരുന്നു എന്നോർത്തിരിക്കുക. ഓക്കെ, ഇനി എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ആഗാ ഖാനാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകനായി പരിഗണിക്കപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ആഗാ ഖാനാണ്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ആരാണ്? ആഗാ ഖാനാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകൻ, ആദ്യ പ്രസിഡന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ആഗാ ഖാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ PSC കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വരാം. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര്? ഓക്കെ, മുസ്ലിം ലീഗിൻ്റെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത വ്യക്തി. അവിടെ 4 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ആ ഓപ്ഷൻ തന്നിരുന്നു ആഗാ ഖാൻ, നവാബ് സലിമുള്ള, മൊഹ്സീൻ ഉൽ ഹക്ക്, മുഹമ്മദ് അലി ജിന്ന. ഇങ്ങനെ 4 ഓപ്ഷനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. നമ്മളിവിടെ പറഞ്ഞു സ്ഥാപക നേതാക്കളിൽ പ്രധാനികൾ 3 പേരാണ്. ആരൊക്കെ? ആഗാ ഖാൻ, നവാബ് സലീമുള്ള, മൊഹ്സീൻ ഉൽ ഹക്ക് എന്നിവരാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 3 പേരും എന്തിലുണ്ട്? ഓപ്ഷനിലുണ്ട്. അപ്പോൾ 4ാമത്തെ വ്യക്തി ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ്? മുഹമ്മദ് അലി. മുസ്ലിം ലീഗുമായി ബന്ധമില്ലാത്തതെന്നല്ല പറയുന്നത്, മുസ്ലിം ലീഗിൻ്റെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. ബാക്കി 3 പേരും ആരാണ്? സ്ഥാപക നേതാക്കളായിരുന്നു. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. നമ്മുടെ പലരുടെയും മനസ്സിൽ അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. മുസ്ലിം ലീഗ് എന്ന് കേട്ടാൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്ന പേര് ആരുടെയാണ്? മുഹമ്മദ് അലി ജിന്നയുടെയാണ്. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണവുമായി ആർക്ക് പങ്കില്ല? മുഹമ്മദ് അലി ജിന്നയ്ക്ക് പങ്കില്ല. ജിന്ന മുസ്ലിം ലീഗിൽ അംഗമാകുന്നത് 1913 എന്നോർത്തിരിക്കുക. ഓക്കെ, 13 ജിന്ന എന്ത് ചെയ്യുന്നത്? മുസ്ലിം ലീഗിൽ അംഗമാകുന്നത് എന്നോർത്തിരിക്കുക. മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ഗ്രീൻ ബുക്ക് എന്നാണ്. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണിത്. മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന എന്താണ്? ഗ്രീൻ ബുക്ക് എന്നാണ്.
ഓക്കെ, ഈ ഗ്രീൻ ബുക്ക് എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ മൗലാന മുഹമ്മദ് അലിയാണ്. മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയാണ് എന്ത്? ഗ്രീൻ ബുക്ക്. അപ്പോൾ ഈ ഭരണഘടന തയ്യാറാക്കിയ വ്യക്തി ആരാണ്? മൗലാന മുഹമ്മദ് അലിയാണ് എന്നോർത്തിരിക്കുക. മൗലാന മുഹമ്മദ് അലിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അലി ബ്രദേഴ്സ് അഥവാ അലി സഹോദരന്മാർ എന്ന് കേട്ടിട്ടില്ലേ? അതിലേറ്റവും പ്രമുഖനാണ് ആരെന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലി. അടുത്ത വ്യക്തി മൗലാന ഷൗക്കത്ത് അലിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് എന്ത് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയായി എന്ത് തയ്യാറാക്കിയത്? ഗ്രീൻ ബുക്ക് എഴുതി തയ്യാറാക്കിയത്. ഓക്കെ, മുസ്ലിം ലീഗിൻ്റെ ആദ്യ സമ്മേളനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കറാച്ചിയിലാണ്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? കറാച്ചിയിലാണ്. ആദ്യ റെഗുലർ സമ്മേളനം നടന്നത് അമൃത്സറാണ് എന്നോർത്തിരിക്കുക. ഓക്കെ, രണ്ടും തമ്മിൽ തെറ്റിപ്പോരുത്. രണ്ടും PSC ചോദിച്ചുള്ള ചോദ്യമാണ്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? കറാച്ചിയിലാണ്. എന്നാൽ ആദ്യ റെഗുലർ കോൺഫറൻസ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അമൃത്സറാണ്. അപ്പോൾ ഒരു സംശയം തോന്നും, മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം നടന്നത് അത് ധാക്കയില. അപ്പോൾ 3 കാര്യങ്ങളുണ്ട്, അത് 3 തമ്മിൽ തെറ്റിപ്പോരുത്. മുസ്ലിം ലീഗ് രൂപീകൃതമായത് എവിടെയാണ്? 1906 ഡിസംബർ 30 ധാക്കയിലാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആദ്യ സമ്മേളനം കറാച്ചിയിലാണ്. ആദ്യ റെഗുലർ സമ്മേളനം എവിടെയാണ്? അമൃത്സറാണ്. കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ സുഖമില്ലാത്തൊരു പേരാണ്, ആദംജി പിർഭോയാണ്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ആദംജി പിർഭോയാണ് എന്നോർത്തിരിക്കുക. ഓക്കെ, ഇനി മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം, ചന്ദ്രക്കലയും നക്ഷത്രവുമാണ്. മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം ഏതാണ്? ചന്ദ്രക്കലയും നക്ഷത്രവുമാണ് മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം. മുസ്ലിം ലീഗിൻ്റെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡോണാണ്. മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമാണ് ഏത്? ഡോൺ. 1942 ഡൽഹിയിൽ നിന്നും പുറത്തിറങ്ങിയ പത്രമാണ് ഏത്? ഡോൺ എന്ന് പറയുന്നത്. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ മുഖപത്രം. ഇതിൻ്റെ സ്ഥാപകൻ മുഹമ്മദ് അലി ജിന്നയാണ് എന്നോർത്തിരിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന എന്താണ്? ഗ്രീൻ ബുക്കാണ്. ഈ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി മൗലാന മുഹമ്മദ് അലിയാണ്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ സമ്മേളനം കറാച്ചി, ആദ്യ റെഗുലർ സമ്മേളനം അമൃത്സറാണ്. കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആദംജി പിർഭോയിയാണ് എന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം ഏതാണെന്ന് ചോദിച്ചാലോ ചന്ദ്രക്കലയും നക്ഷത്രവുമാണ്. മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമാണ് ഏത്? ഡോൺ. എന്നാണിത് പുറത്തിറങ്ങിയത്? 1942 എവിടെ വെച്ചാണ്? ഡൽഹിയിൽ വെച്ചാണ്. ഇതിൻ്റെ സ്ഥാപകൻ ആരാണ്? മൗലാന മുഹമ്മദ് അലിയാണ്. അത് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി മുസ്ലിം ലീഗിനെ കുറിച്ച്. മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ചാണോ പ്രവർത്തിച്ചത്? അല്ല. ഒരുമിച്ച് പ്രവർത്തിക്കാനാണെങ്കിൽ INC മാത്രം മതിയായിരുന്നല്ലോ. 1906 രൂപീകൃതമായത് മുതൽ 1916 വരെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ചല്ല പ്രവർത്തിച്ചത്. എന്നാൽ 1916 നടന്ന ലക്നൗ ഉടമ്പടി, 1916 INCയുടെ സമ്മേളനം നടന്നത് ലക്നൗവിൽ വെച്ചാണ്. ഓക്കെ, ഈ സമ്മേളനത്തിൽ വെച്ച് 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ച് ഒരു ഉടമ്പടി ഉണ്ടായി. അതാണ് ലക്നൗ ഉടമ്പടി എന്നറിയപ്പെടുന്നത്. ലക്നൗ പാക്റ്റ് അഥവാ ലക്നൗ ഉടമ്പടി എന്നറിയപ്പെടുന്നത്. ഇത് പ്രകാരമാണ് INCയും ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. എന്തിനു വേണ്ടി? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ആരൊക്കെ? INCയും ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഏത് ഉടമ്പടി പ്രകാരം? ലക്നൗ പാക്റ്റ് അഥവാ ലക്നൗ ഉടമ്പടി പ്രകാരം. എന്ന് 1916 INCയുടെ ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ലക്നൗ ഉടമ്പടി എഴുതി തയ്യാറാക്കിയത് ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ ഒന്ന് മുഹമ്മദ് അലി ജിന്നയാണ്, മറ്റൊന്ന് ബാലഗംഗാധര തിലകനാണ്. ഓക്കെ, അപ്പം മുഹമ്മദ് അലി ജിന്നയും ബാലഗംഗാധര തിലകനും തമ്മിലാണ് എന്ത് ഒപ്പുവെച്ചത്? ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത്. മുസ്ലിം ലീഗിന് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണെങ്കിൽ INCക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ്? ബാലഗംഗാധര തിലകാണ് എന്നോർത്തിരിക്കുക. ഓക്കെ, ഇനി 1916 ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ PSC പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ്. AC മജുംദാറാണ്. ആരാണ്? AC മജുംദാർ അഥവാ അംബികാചരൺ മജുംദാറാണ് 1916 ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്നോർത്തിരിക്കുക. ഓക്കെ, ഇനി മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പാകിസ്ഥാനെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? കാലക്രമത്തിൽ 30 വർഷങ്ങൾ പഠിക്കുമ്പോഴും 42 വരുമ്പോൾ പാകിസ്ഥാനെക്കുറിച്ചും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോവാം. നമുക്കിവിടെ അറിയേണ്ടത് മുസ്ലിം ലീഗിനെ കുറിച്ചാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് അറിയേണ്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ ഭാഗത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.